ഇപ്പോൾ സമരം പ്രഖ്യാപിച്ച KSRTC യൂണിയൻ പ്രതിനിധികൾ വാർത്താസമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണം. അല്ല, ജനങ്ങളെ തുടർച്ചയായി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരായ പണിമുടക്കും കൂടിയാണത്. സെപ്റ്റംബർ മാസം 9-ാം തീയതി ഏകപക്ഷീയമായ ഒരു ഡ്യൂട്ടി പരിഷ്കാരം നടപ്പിലാക്കിയതിനെ തുടർന്ന് യാത്രാക്ലേശം വല്ലാതെ രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലെ യാത്രക്കാർ ഒരു സംഘടനയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ തന്നെ ഈ സംസ്ഥാനത്ത് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെ സമരരംഗത്ത് വരികയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം സിറ്റിക്കകത്ത് പോലും അതീവ ഗുരുതരമായ യാത്രാക്ലേശമാണ്. ആ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒന്നാമത്തെ തീരുമാനം ഉണ്ടായത്. ഗതാഗത സെക്രട്ടറി ഒരു ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി KSRTC മാനേജ്മെൻറ്റ് സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ KSRTCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. 4/12 കഴിഞ്ഞ ഡിസംബർ മാസം 4-ാം തീയതി ഗവൺമെൻറ് ആ റിപ്പോർട്ട് ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ താല്പര്യം KSRTCയോ കേരളത്തിലെ യാത്രക്കാരോ ഒന്നുമല്ല. യാത്രക്കാർക്കും KSRTCക്കും എതിരായ പരിഷ്കാരം, തൊഴിലാളി സമൂഹത്തിനാകെ എതിരായിട്ടുള്ള ഒരു പരിഷ്കാരം, അത് അംഗീകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞങ്ങളുടെ പണിമുടക്ക്. അവർ കുറേ ദിവസമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ് നടന്നത്. ഇത് സാമ്പത്തിക ആവശ്യങ്ങളൊന്നും ഞങ്ങളുടെ പണിമുടക്കിൽ മുഴച്ചു നിൽക്കുന്ന വലിയ ഇഷ്യൂ ഒന്നും ഇതിലില്ല. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ 5 ഗഡു DA കുടിശ്ശികയുള്ള KSRTCക്കാരൻ DAക്ക് വേണ്ടിയല്ല ഇപ്പോൾ സമരം ചെയ്യുന്നത്. 2016 ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച ശമ്പള കരാർ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കേരളത്തിലെ ഇതര ജീവനക്കാർക്കുമെല്ലാം ആ ശമ്പള പരിഷ്കരണം കിട്ടിയിട്ടും KSRTCക്കാർക്ക് അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു ചർച്ച തുടങ്ങിയിട്ട് അത് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച തുടങ്ങിയാൽ എത്ര കാലം കഴിയും ഒരു കരാറുണ്ടാകുമ്പോൾ? ആ ചർച്ച തുടങ്ങാൻ തയ്യാറല്ല. KSRTC ലാഭത്തിലായിട്ടല്ല ഇത്രയും കാലം ശമ്പള പരിഷ്കരണം ഇവിടെ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ KSRTC ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണമേ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് IAS ഓഫീസേഴ്സിന് വരെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരില്ലേ, KSRTC തൊഴിലാളികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിലും എല്ലാ മാർഗങ്ങളും, ജനാധിപത്യപരമായ നിലവിലുള്ള നിയമങ്ങളനുസരിച്ചുള്ള എല്ലാ മാർഗങ്ങളും, സമാധാനത്തിൻ്റേതായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിച്ച് അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അറ്റകൈക്കാണ് ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു അനിശ്ചിതകാല പണിമുടക്കിന് നോട്ടീസ്. ഒരു അനിശ്ചിതകാല പണിമുടക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ തന്നെ നിർദ്ദേശം മാറ്റിവെച്ചതാണ്. അപ്പോൾ അത് നടത്തി. ഇനിയും ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോ ഇത് പരിഹരിക്കാനുള്ള അവസരം ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ, ഇനിയും അവസരമുണ്ട്. അത് പരിഹരിക്കാൻ അവർക്ക് വേണോ എൻ്റെ ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിരീക്ഷണം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറേയെങ്കിലും കോടതിക്ക് എന്തോ ബോധ്യമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ സന്തോഷമുണ്ട്. ഒരിക്കലുമില്ല. ഞങ്ങൾ കോടതിയെ വെല്ലുവിളിക്കുന്നതല്ല. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ നിവർത്തിയില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 2-ലെ പണിമുടക്ക് കോടതി ഇതേ നിലയിൽ നിരോധിച്ചു. അന്ന് കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവശ്യ സർവീസായ KSRTC തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പണിമുടക്കിലൂടെയല്ല, മറിച്ച് ചർച്ചകളിലൂടെയാണ് എന്നാണ് പറഞ്ഞത്. ആ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി പണിമുടക്ക് മാറ്റിവെച്ചു. കേരളത്തിലെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും ഒരു വ്യവസായ പ്രശ്നം ഉന്നയിച്ചാൽ ചർച്ച നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട കൺസീലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് കേരളത്തിലെ ലേബർ കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഗവൺമെന്റിന്റെ ഭാഗമായ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, ഈ മാനേജിംഗ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 4 തവണ മാരത്തോൺ ചർച്ച നടത്തി എടുത്ത തീരുമാനം നടപ്പിലാക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീണ്ടും പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പുതിയൊരു ഡിമാൻഡും ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഒത്തുതീർപ്പ് വ്യവസ്ഥ പാലിക്കുക. എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടായെങ്കിലല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുദ്രാവാക്യം വയ്ക്കാൻ ഒക്കൂ. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ വീണ്ടും നടപ്പിലാക്കുന്നില്ല എന്ന ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പണിമുടക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട ഇതേ കോടതി തന്നെ പറയുന്നു, നിങ്ങൾ ഒത്തുതീർപ്പിന്റെ ഭാഷ തേടണം, നിങ്ങൾ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ നേരത്തെ ചർച്ച നടത്തി അവരുമായിട്ടല്ലേ വീണ്ടും ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കേണ്ടത്? അത് ഇനി വേറെ ആരെങ്കിലും വരുമോ? വേറെ ആരും വരുന്നില്ല. അവരുമായിട്ട് തന്നെ ചർച്ച നടത്തണം. എന്നിട്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ചർച്ചയിലും പങ്കെടുത്തു.
അതിനകത്ത് പരമാവധി ഒത്തുതീർപ്പിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ തേടി ഏകപക്ഷീയമായി ഒരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു തീരുമാനത്തിനും തയ്യാറല്ലാത്ത മാനേജ്മെന്റ് നിലപാടാണ് ഇന്ന് കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പണിമുടക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. 2, രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് കൂട്ടായി വിലപേശുവാൻ ട്രേഡ് യൂണിയൻ രാജ്യത്ത് അവകാശമുണ്ട്. അത് ഭരണഘടനാപരമായ അവകാശമാണ്. ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന്റെയും ഔദാര്യമായിട്ട് ലഭ്യമായിട്ടുള്ളതല്ല. 2, രാജ്യത്ത് പണിമുടക്കാനുള്ള അവകാശം തൊഴിലാളിയുടെ ലീഗൽ റൈറ്റ് ആണ്. വ്യവസായ തൊഴിൽ തർക്ക നിയമം KSRTCയിലെ തൊഴിലാളിക്ക് ബാധകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണിമുടക്കാൻ നിയമപരമായ അവകാശമുണ്ട്. നിയമപരമായ നോട്ടീസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവശ്യ സർവീസ് എന്ന ഗണത്തിൽപ്പെടുത്തി ഞങ്ങളുടെ ഏത് സമരങ്ങളെയും നിരോധിക്കാനാണ് ഈ നിലയിൽ ജുഡീഷ്യൽ സംവിധാനം തയ്യാറാകുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിമുടക്കാതെ തന്നെ നിയമപരമായി അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിത്തരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ബഹുമാനപ്പെട്ട കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കണം എന്ന വിനയപൂർവമായ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് കാണിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം വിശ്വാസ്യതയില്ലാത്ത മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് സംവിധാനമാണ് KSRTC നിലവിലുള്ളത്. കോടതിയെ ധിക്കരിക്കാനാണ് സമരത്തിലുള്ള KSRTC യൂണിയനുകളുടെ തീരുമാനം. പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന് യൂണിയൻ പ്രതിനിധികൾ യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതലാണ് KSRTC ജീവനക്കാർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്.